ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 3 ചിത്രങ്ങളുടെ ഈ ഒരു ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവതാർ, ബബ്ബബ്ബ, കളങ്കാവൽ. അവതാർ 3-ാം ദിനം, ബബ്ബബ്ബ 3-ാം ദിനം, കളങ്കാവൽ 16-ാം ദിനം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് ഇവിടെ അവതാർ ഇറങ്ങി 2 ദിനങ്ങൾ പിന്നിടുന്നു. കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് 34,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ കേരളത്തിൽ വിറ്റുപോയിരിക്കുന്നു. 97 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇതിനോടകം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ദിനം 1,16 ലക്ഷം രൂപയോളമാണ് ട്രാക്കിംഗ് മുഖാന്തരമായി സിനിമയ്ക്ക് വന്നത്. അതായത് 1,25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ആദ്യ ദിനം നേടാൻ കഴിഞ്ഞെങ്കിൽ 2-ാം ദിനം സിനിമ 1.5 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അത്ര ഗംഭീരമായിട്ടാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. 3-ാം ദിനത്തിലാണ് ബബ്ബബ്ബ ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടത് 1,662ഓളം ഷോകളാണ്. 7:30 വരെ 1,64,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ ഒക്യുപ്പൻസി 35%. സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻ 2,59,30,000 രൂപയോളമാണ്. അതായത് സിനിമ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ നേരിയൊരു ഇടിവാണ് ഇതുവരെ കാണുന്നത്. ഇനി ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഇന്നലത്തേന് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകൾ ഏറെയാണ്. കാരണം സമയം 7:30 ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ സിനിമയ്ക്ക് 3.5 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. പ്രീസെയിൽ ഇന്നും വന്നത് 1.5 കോടിക്ക് മുകളിലാണ്. മണിക്കൂറിൽ 4,500-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും വിറ്റുപോകുന്നുണ്ട്. സിനിമയ്ക്ക് ആദ്യ 2 ദിനത്തെ സിനിമയുടെ കളക്ഷനായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ 24-25 കോടിയോളം എന്നുള്ളതാണ്. ഈ വരുന്ന ഞായറാഴ്ച സിനിമ അതിന് മുകളിലേക്ക് കയറുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് ഫൈനലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4 കോടിക്കെങ്കിലും ആ റേഞ്ചിലേക്ക് സിനിമ എത്തും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും അത് നല്ല ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ റെഡ് അലേർട്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും കാണാനുള്ളത്. എന്തായാലും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 35 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ഇനി മമ്മൂട്ടി നായകനായി എത്തിയ കളങ്കാവലിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. 16-ാം ദിനം കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു ശനിയാഴ്ച മികച്ച ഒരു കളക്ഷനായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ അതിന് മുകളിലേക്കുള്ള കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ 498ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 14,700-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 16% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞത് 25 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷനായി. അതായത് സിനിമ 40 ലക്ഷം രൂപ ഇന്നും മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സിനിമയ്ക്ക് ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 81.5 കോടിക്ക് മുകളിലും സിനിമ എത്തി എന്നുള്ളതാണ്. ഇന്നത്തോടെ സിനിമ 82 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വരുന്ന കണക്കുകൾ. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് 80 കോടിയുടെ ആ ഒരു ഒഫീഷ്യൽ പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ 2 ആകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, കളങ്കാവൽ കഴിഞ്ഞ 2 ദിനങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു ശനിയാഴ്ച കളക്ഷൻ കൂടുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ 21 കോടിയും 1 ലക്ഷവും 23 ലക്ഷം രൂപയുമാണ് കളക്ഷനായി വന്നത്. അതായത് ഏറെക്കുറെ 35-40 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഓരോ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നെങ്കിൽ ഇവിടെ അതിന് മുകളിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൂടാതെ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ 7 കോടി കടന്നിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.